ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. കെമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. നമ്മൾ ആദ്യം ഒറക്കിൾ കാർഡ്സ് എടുക്കുന്നു, പിന്നീട് നമ്മൾ ടാരോ കാർഡ്സ് കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ സെക്യൂരിറ്റിയാണ്. അപ്പൊ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ദൈവികമായ പക്ഷത്തുനിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ഒരു സംരക്ഷണം ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ. അപ്പോൾ ഈ ഒരു സംരക്ഷണം എന്ന് പറയുന്നത് കണ്ടില്ലേ, എത്ര മാറിയിരുന്നാലും അല്ലെ നമുക്കത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയാൽ പോലും നമ്മളുടെ കളങ്കമില്ലായ്മ നിമിത്തം അത് വന്നു ചേരുന്നതാണ്. അപ്പൊ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്, എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ ഒന്ന് സെക്യൂർ ചെയ്യാൻ ആരുമില്ല, അല്ല എങ്കിൽ എനിക്ക് ഒരു സഹായത്തിനും ആരുമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. യൂണിവേഴ്സ് നിങ്ങളെ എല്ലായ്പ്പോഴും കാത്തു രക്ഷിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. എല്ലായ്പ്പോഴും ഡിവൈൻ സപ്പോർട്ട് നമ്മളോടൊപ്പമുണ്ട് എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഡിവൈൻ സപ്പോർട്ട് നല്ലതുപോലെ ലഭിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് തന്നെ വേണം നിങ്ങളിവിടെ മുന്നോട്ട് പോകാൻ. അത്തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട്. കാരണം ഒരു സഹായ ഹസ്തം നിങ്ങൾക്ക് നേരെ വരുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തിലായാലും, നിങ്ങളുടെ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കാവാം, ഇനി അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സഹായ ഹസ്തം വരുന്നുണ്ട്, നിങ്ങൾക്ക് നേരെ അത് നീളുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് പോലെ എന്തൊക്കെയോ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനും, അതുപോലെ ദൈവികമായ എനർജി എന്ന് പറയുമ്പോൾ, ആ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ രൂപത്തിൽ വന്ന് ദൈവം മറ്റുള്ളവരുടെ രൂപത്തിലേക്ക് വന്നു തന്നെ നിങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്യാനാവും. നമുക്ക് എപ്പോഴും ദൈവം നേരിട്ടല്ലല്ലോ നമുക്ക് വന്ന് സഹായം ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കും. അത് ആരാണ്? നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കാനുള്ള അർഹത ഒന്നുമില്ല എങ്കിൽ പോലും പല സമയത്തും നമുക്കത് ലഭിക്കാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ആണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്, യൂണിവേഴ്സ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. യൂണിവേഴ്സ് നമ്മളെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, വലിയ വിഷമമൊന്നുമില്ലാതെ എന്നാണ് കാണുന്നത്. എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടി, സാമ്പത്തികപരമായ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ മറ്റു പലരോടും അന്വേഷിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടാവാം മറ്റുള്ളവരോട്, വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ 2-3 പേർ കൂടിച്ചേർന്ന് എന്തെങ്കിലും ജോലിയിലേക്ക് കടക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു സഹായം വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്കൊരു സഹായം വരുന്നത് ഈ ഒരു സമയത്ത് എന്നാണ് കാണുന്നത്. സാമ്പത്തികപരമായ ഒരു സഹായം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ഡിവൈൻ സപ്പോർട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വരുന്നത് പ്ലഷറാണ്. കണ്ടില്ല, അത് നിമിത്തം നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇത് നമുക്ക് സന്തോഷം തരുന്ന എനർജിയാണ്.
ദൈവികമായ സപ്പോർട്ട് നമ്മളിലേക്ക് വരുന്നുണ്ട്, മറ്റുള്ളവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതുവഴി നമുക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് സന്തോഷത്തിന്റെ പാതയാണ്. ഒരു സന്തോഷത്തിന്റെ പാത നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളെയും, പല ഇരുളിനെയും മറികടന്നാണ് നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോവേണ്ടതെങ്കിൽ നിങ്ങൾ പോകുന്നത് വെളിച്ചത്തിലേക്കാണ്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഇടത്തിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത്. ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ പരിശ്രമിക്കുന്നു, സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഉള്ള ജീവിത കാര്യങ്ങളിലൊക്കെ ജീവിത ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാവാം. മറ്റു പല കാര്യങ്ങളിലേക്കും, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ ഒരു നല്ല വഴി തേടുന്നു എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പാത തുറക്കുന്നു, അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷത്തിനുള്ള വക വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു കാര്യത്തിലും നിങ്ങൾ മടി വിചാരിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാം. ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം ഇതെനിക്ക് സാധിച്ചു കിട്ടത്തില്ല എന്നൊക്കെ. പക്ഷെ ഇതിവിടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നിവിടെ കാണുന്നുണ്ട്. എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്, ഒരു സ്നേഹം. കണ്ടില്ലേ, ഇവിടെ സ്നേഹം ഒരുപാട് വരുന്നുണ്ട്. ആരുടെയൊക്കെയോ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരാം. ഇവിടെ ഒരു സഫലതയാണ്. അതാണ് ഇവിടെ നമുക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഇപ്പൊ സെക്യൂരിറ്റി ലഭിക്കുന്നു, നിങ്ങൾക്ക് വരുമാന മാർഗം വർദ്ധിക്കാനുള്ള പാത നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നുണ്ട്. അതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് താങ്ങായിട്ടും തണലായിട്ടും ഒക്കെയുണ്ട്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ സ്നേഹത്തിൻ്റെതായ ഒരു സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളിലും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റു ഒരുപാട് പേർ നിങ്ങളിലേക്ക് സ്നേഹം ചൊരിയും. ഒത്തിരി പേരുടെ സ്നേഹം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗ്, ക്യാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ സന്തോഷത്തിന്റെ സഫലത, ഇവിടെ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന എനർജി ഉണ്ട്. ഈ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്ഥിരമായ സ്ഥായിയായ ഒരു ജോലിയാവാം, അതുമല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്നതാവാം, ഇഷ്ടമുള്ള വ്യക്തികളെ കാണുന്നതുമാകാം. അതുവഴി നിങ്ങൾക്ക് ഇവിടെ പ്ലഷർ, സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളിൽ നിന്നും, ഇരുളിന്റെ മറ നീക്കി നിങ്ങൾക്ക് മുൻപിലോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഗേറ്റ് വേ കണ്ടില്ലേ, ഇവിടെ സന്തോഷം, സമ്മാനങ്ങളൊക്കെ നിങ്ങളുടെ ഗേറ്റ് വേ, നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാന്ത്രിക കുതിര യൂണിക്കോണിന്റെ എനർജിയാണ്. യൂണിക്കോണിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു മാജിക്കാണ് വരാൻ പോകുന്നത്. ഒരു മാജിക്ക് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്, നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്ന് സാരം. മനസ്സിലായി? നിങ്ങളിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടാൻ, ചില പാരിതോഷികങ്ങൾ, അതുപോലെ തന്നെ സന്തോഷം, കൂടുതലായിട്ട് സന്തോഷം ഉണ്ടാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു മാജിക്ക് പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇത് സംഭവിച്ചത്, എന്തോ ഒരു മാജിക്ക് സംഭവിച്ചല്ലോ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാവാം നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികളാവാം നിങ്ങളിലേക്ക് വരുന്ന, ചില സാഹചര്യങ്ങളാവാം, അതെന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി അധികമൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്കിവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നല്ലതുപോലെ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് സ്നേഹത്തിന്റെ രൂപത്തിലോ സാമ്പത്തികത്തിന്റെ രൂപത്തിലോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണ് നിങ്ങൾക്ക് ഗേറ്റ് വേ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ.
ഫോർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കുകയാണ്, ചിന്തിക്കാനുള്ള ആ ഒരു കഴിവാണ്. ചിന്തിക്കാനുള്ള കഴിവെന്ന് മാത്രമല്ല, ബോധപൂർവം ചിന്തിക്കുന്നു, ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇവിടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് തിങ്ക് ചെയ്യുന്നത്, വെറുതെ അല്ലല്ലോ. അപ്പോ അങ്ങനെ ബോധപൂർവം ചിന്തിക്കുന്നു, ബുദ്ധിപൂർവം ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ബുദ്ധിപൂർവം ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യമാണ് ഇവിടെ കണ്ടില്ലേ, 8 ഓഫ് വാൻസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ജോലി കാര്യങ്ങളിലേക്ക് ഉള്ള ഒരു അറിയിപ്പായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നതാവാം. മനസ്സിലായി? നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട്. ഇവിടെ നല്ലതുപോലെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വെച്ചിരുന്ന, ബുദ്ധി ഉപയോഗിച്ച് പ്രയത്നിച്ച് അതിലൂടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അത് സാമ്പത്തികമാകാം, ചിലപ്പോൾ ചില വ്യക്തികളാവാം, ഇനി അതുമല്ല എങ്കിൽ ചില ജോലിക്കാര്യങ്ങളിലേക്കുള്ള പുറപ്പാടായിരിക്കാം. ഇതെന്തായാലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ആക്ഷനാണ് ഇവിടെ. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിവിടെ കഴിയും. ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. ഫോർ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു, ആക്ഷൻ എടുക്കണോ എന്ന് ആലോചിക്കുന്നു. അപ്പൊ ഈ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഡിവൈൻ്റെ എനർജി, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് ആണിത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ, മുന്നോട്ട് പോകുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ചില സമയമുണ്ടല്ലോ, അപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മന്ത്രം ഉണ്ടായിരിക്കും, ഒരു എന്തോ ഒന്ന് മന്ത്രിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, ഇപ്പോൾ സമയം കളയണ്ട, മുന്നോട്ട് പോകാം എന്നുള്ളത് അല്ലെ. അങ്ങനെ ചില ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ചില അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാ സമയവും നല്ലതാണ്, ഒരു സമയവും മോശമില്ല. നിങ്ങൾ കോൺഫിഡന്റ് ആണ്, അതാണ് ഇവിടെ അത്യാവശ്യം. നിങ്ങൾ കോൺഫിഡന്റ് ആണ്. സ്വയം ഒരു വിചാരം വേണം, എന്നെ കൊണ്ട് ഇതിന് കഴിയും. മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ അത്ര മന്ദബുദ്ധിയല്ല. ആരെങ്കിലും മന്ദബുദ്ധിയാന്ന് പറയുമ്പോൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അല്ല, നിങ്ങളെ കൊണ്ട് കഴിവില്ല എന്നുള്ള പറച്ചിലിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ട. ഞാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. ഇതാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ എപ്പോഴും നമ്മുടെ എനർജിയെ ലോ ലെവലിൽ ഇരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അല്ലാതെ അവരെക്കാൾ മുൻപേ നമ്മൾ വരണം എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അവരെക്കാളും ഒത്തിരി എനർജി ഡൗൺ ആക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വിഷമിച്ച് കാണാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വരുമ്പോൾ അവരെക്കാൾ ഒരു പടി കൂടുതൽ ഉയർന്ന സ്ഥിതിയിലാണ് നിങ്ങളെന്ന് അവരെ കാണിച്ചു കൊടുക്കുക. മനസ്സിലായി? ആ പറയുന്നത് അപ്പാടെ സമ്മതിച്ചു കൊടുക്കുകയല്ല വേണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മതിപ്പുണ്ടാവണം, അതാണ് വേണ്ടത്. മനസ്സിലായി? മറ്റുള്ളവർ പറയുന്ന ആ ഒരു താളത്തിനൊത്ത് ചവിട്ടാനുള്ള യന്ത്രമല്ല നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള കഴിവുകളുണ്ട്, പ്രത്യേക തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്, അവരെ പറയുന്നവരെക്കാളും ഒക്കെ അപ്പുറത്തായിട്ട്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയേ മതിയാവൂ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. എന്തോ ഒരു ക്രിയ നിങ്ങളുടെ ഉള്ളിലുണ്ടോ, എന്തോ ഒരു പ്രവൃത്തി ചെയ്യണം, അതിലൂടെ വിജയിക്കണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടോ, അതിന് ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. അതിലൂടെ മുന്നോട്ട് വരിക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? ഇനി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രവുമല്ല, സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ ആ ഒരു സക്സസ് നേടുകയാണ് വേണ്ടത്. മനസ്സിലായോ? എന്നാൽ മാത്രമേ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ എന്ത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാവേ.
ഇവിടെ കണ്ട 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അസുഖം അനുഭവിക്കുന്നുണ്ടാവാം. അസുഖം ഉണ്ടാവാം, ചിലപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ അസുഖം ഉണ്ടാവാം. ഏതെങ്കിലും തലവേദനയാവാം, അല്ലെങ്കിൽ വയറുവേദനയാവാം. ഇനി അതുമല്ല എങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ട് അതിന് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാവാം. പല കാര്യങ്ങളുണ്ടാവാം. ഇനി ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തികൾ, ഒത്തിരി സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി അതുമല്ല, മറ്റുള്ളവരുടെ പ്രവർത്തികളിൽ, മറ്റുള്ളവരുടെ വാക്കുകളിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? അതിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങളിപ്പോൾ കണക്കിലെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ നിങ്ങൾ കടന്നു പോവുക, ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ എടുക്കണം. മനസ്സിലായോ? അപ്പോൾ അതാണ് പറയുന്നത്. ഇതിനെതിരായിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖത്തിനുള്ള കാരണം എന്താണോ അതിനെതിരെയായിട്ടാണ്, അവിടെ സന്തോഷം കൊണ്ടുവരാനാണ് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് കൊണ്ടുവരണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പിനെസ് കൊണ്ടുവരണം. നിങ്ങളോട് വിട്ടു പിരിഞ്ഞു പോയ ആൾക്കാരുണ്ടാവാം, അവര് തിരികെ വരാൻ അനുവദിക്കണം. അല്ലെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടാവണം. ഈ ഒരു സമയത്ത് സന്തോഷത്തിലേക്ക് പോകാൻ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു മാപ്പാക്കുക, അത് അവരോട് ക്ഷമിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ്, സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒത്തിരി വാശി പിടിച്ച് ഉള്ളിൽ ഈഗോ വെച്ചുകൊണ്ട് എന്തിനാണ് കഴിയുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതൊക്കെ അവസാനിക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഉള്ള ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ വേണ്ടത്. കുറച്ചൊന്ന് താണാലും വേണ്ടില്ല, കുറച്ചൊക്കെ ഒന്ന് താഴ്ന്നു കൊടുക്കുക സ്നേഹമുള്ളവരുടെ മുൻപിൽ. എളിമയാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായി? അല്ലാതെ ഞാൻ വലിയ ആള് എന്നുള്ള മട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ടാവില്ല. നിങ്ങളിപ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഈഗോ അല്ല എങ്കിൽ വൈരാഗ്യം ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളെ തന്നെയാണ് കുഴയ്ക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് അതവിടെ ലോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഈ വിരോധവും ഈഗോയും ഒക്കെ എന്താണ്, നമ്മൾ സ്വയം എടുത്ത് കളയുകയാണ് വേണ്ടത്. നമ്മളതിനെ നശിപ്പിക്കണം. നമുക്കത് വേണ്ട, എന്തിനാണ് വെറുതെ എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പല കാര്യങ്ങളെയും, ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും ഒക്കെ കളയുമ്പോൾ എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരും. മനസ്സിലായോ? സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടത്. അതിനായിട്ട് ശ്രമിക്കുക, അത് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു ധാരാളമായിട്ട്. ഇവിടെ 9 ഓഫ് കപ്സ് വരുന്നു, 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെതായ ഒരു സഫലം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ചില ലോട്ടറികൾ അടിക്കുക, അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക, അല്ലെങ്കിൽ ലോണിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാം. ഇനി എന്താണോ, ഏത് വഴിയാണോ നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള, അത് വന്നു ചേരാനുള്ള എനർജിയാണ്. ലക്ഷറി ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ്. മനസ്സിലാരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി. ചില സന്തോഷങ്ങളൊക്കെയും അനുഭവിക്കാൻ ഇവിടെ സമയമായിരിക്കുന്നു. ചിലർക്ക് വീടാകാം, വാഹനമാകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ വന്നു ചേരുന്നതുമാകാം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും സഫലത വരുന്നുണ്ട്. 999 ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? കാർഡ് എടുക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹീലിംഗ് ചാവോസ് ആണ്. ഹീലിംഗ് ചാവോസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും സുഖപ്പെട്ട് കിട്ടാൻ പോകുന്നു. ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കാം നിങ്ങളിൽ, അതൊക്കെ നിങ്ങൾക്ക് സുഖപ്പെട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്നും നിങ്ങൾ റിക്കവർ ആകുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങളെ കുഴപ്പിക്കുന്ന, നിങ്ങളെ മനപ്രയാസം അനുഭവിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ നിങ്ങൾ സുഖപ്പെട്ടു വരുന്നു, നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഫ്രീഡമാണ്, നിങ്ങളിലേക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചട്ടക്കൂടിനകത്ത്
വെച്ചിരുന്നുവെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി വെച്ചിരുന്നുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചട്ടക്കൂട് പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് നിങ്ങൾക്ക് സ്വയം വരാൻ കഴിയുന്നു. നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ്, എനിക്കിനി മറ്റുള്ളവരുടെ അടിമയായി കഴിയണ്ട, എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് സന്തോഷം അനുഭവിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫ്രീ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫ്രീഡം എന്തിന്റെ ഫ്രീഡമാണെന്ന് നമുക്ക് നോക്കാവേ. കണ്ടില്ല, ഇത് എംപ്രസ് ആണ്. ഐശ്വര്യം സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഈ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തരുന്ന അതിനു മുൻപ് വരെ നിങ്ങളുടെ സമയദോഷം, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് കഴിയേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ടാവാം. മനസ്സിലായി? ഒരു കിളി കൂട്ടിൽ കിടക്കുമ്പോൾ തന്നെ എന്താണ്, മറ്റുള്ളവർ കൊടുക്കുന്ന പാല് പഴം അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പറഞ്ഞ് ഒക്കെയാണല്ലോ സന്തോഷം അനുഭവിക്കുന്നത്, അല്ലേ? അതേസമയത്ത് അത് കൂട്ടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ലോകം മുഴുവൻ പാറിപ്പറക്കാനുള്ള കഴിവുണ്ടാവുന്നു. ആ സന്തോഷം അത് കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു. അവിടെയാണ് അതിന്റെ ജീവിതം ഐശ്വര്യത്തിലും സമൃദ്ധിയിലും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എംപ്രസിന്റെ എനർജിയാണ്, ഐശ്വര്യവും സമൃദ്ധിയും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി, കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിന്റെ സന്തോഷ വാർത്ത ലഭിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും, ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾക്കൊരു സമൃദ്ധി ഐശ്വര്യം ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.